ഹലോ ഗായ്സ്, സമയം ഇപ്പോൾ ഇന്ന് 7 മണിയാണ്. അപ്പോൾ ഞാൻ ഡൈനിങ് മേലേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ എപ്പോഴാണ് എണീക്കുന്നത് ആ നേരം നോക്കി എൻ്റെ മോനും എണീക്കാറുണ്ട്. അപ്പോൾ വേഗം അടുക്കളയിൽ കയറി ഞാൻ പണികളൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ മോൾക്ക് ദോശ ഇഷ്ടമല്ല, ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ ഞാൻ ദോശ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദോശ അവിടെ ആവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ഇഡ്ഡലി അപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ ഇഡ്ഡലി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇഡ്ഡലി കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടിയിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തേങ്ങാ ചട്നി. അപ്പോൾ തേങ്ങ ചിരകിയതും ചെറിയൊരു ഇഞ്ചി കഷ്ണം അതുപോലെ ചുവന്നുള്ളിയൊക്കെ കൂടി നന്നായി മിക്സിയിൽ. അപ്പോൾ ഈ ചട്നി ഞാൻ വറവിടാനാണ്. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ എൻ്റെ മോൻ ഉറങ്ങി. അപ്പോൾ ഞാനൊരു 3 ഇഡ്ഡലിയെടുത്ത് ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും എൻ്റെ ചോറും ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഞാൻ മീനിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ മീനൊന്ന് അയിലിങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ 2 വലിയ അയില എടുത്തത്. കാരണം ഇവിടെ ആകെ 4 പേരല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ മോൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ 2 അയിലയും കൂടി വേഗം ക്ലീൻ ചെയ്തിട്ട് കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. 2 മീനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ മീൻ നന്നാക്കൽ കഴിഞ്ഞ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാണ് ഞാൻ. ക്ലീൻ ചെയ്തിട്ട് വരുമ്പോഴേക്കും എൻ്റെ മോൻ നല്ല കരയുണ്ടായിരുന്നു. കാരണം അവന് നീന്തി വന്നിട്ട് അടുക്കളയിൽ എത്തിയിട്ട് എന്നെ കണ്ടപ്പോൾ നല്ല കരച്ചിലായിരുന്നു. ആ കരച്ചിലാണ് ഈ കാണുന്നത് ഗൈസ്. അവനെടുക്കാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് കരയുകയാണ്. അപ്പോൾ കൈയൊക്കെ നന്നായി സോപ്പിട്ട് കഴുകിയിട്ട് മോനെ എടുത്തു. അപ്പോൾ എടുത്തപ്പോഴുള്ള സന്തോഷമാണ് ഈ കാണുന്നത്. ഈ ചിരി കരഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങിയിട്ട് ഗംഭീര കരച്ചിലും ഗംഭീര ചിരിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവനെ ജസ്റ്റ് ഞാനൊന്ന് കൊഞ്ചിക്കൊക്കെ ചെയ്ത്. അപ്പോൾ അവനെ ഞാൻ കുറുക്കുണ്ടാക്കാൻ പോവാണ്. അവന് ഞാൻ ലേശം ഒരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുളപ്പിച്ച റാഗിയാണ് ഇടുന്നത്. 2 ടീസ്പൂൺ റാഗി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടം മധുരത്തിന് ഞാൻ ചേർക്കുന്നുണ്ട്. പനങ്കൽക്കണ്ടാണ് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശർക്കരയും ചേർക്കാം. ഞാൻ പനങ്കൽക്കണ്ടാണ് ചേർത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഗ്യാസുമ്മ വെക്കുക. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഈ പനങ്കൽക്കണ്ടം നന്നായി കലങ്ങൂട്ടാം. അപ്പോൾ ആ ഒരു കുറുക്ക് രൂപത്തിലാവണത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ചൂടിങ്ങനെ വരും. ഇപ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടൊരു കുറുക്ക് പരിഭാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അവൻ്റെ റാഗി കുറുക്ക് ഞാൻ ചൂടാറാൻ വേണ്ടി ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ മോനെ കുറുക്കൊക്കെ കൊടുത്ത് അവനെ കഴുകിച്ച് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്തില്ല, കാരണം കുറുക്ക് കഴിക്കാൻ ഭയങ്കര വാശിയായിരുന്നു. അവന് കരഞ്ഞിട്ടൊക്കെയാണ് കുറച്ച് കുറുക്കൊക്കെ അവൻ കഴിച്ചത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തക്കാളി, ഒരു നല്ലൊരു പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞിടും. അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ 3 വലിയ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളി നമുക്ക് ഇടാം. ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി ഇല്ലാത്ത കാരണം ഇഞ്ചി ഇടാഞ്ഞത്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ കിച്ചൺ ട്രഷേഴ്സ് മുളക് പൊടിയാണ് കൂടുതലും വീട്ടിൽ യൂസ് ചെയ്യാറ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണും മല്ലിപ്പൊടി, പച്ചതേങ്ങ അരച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് നന്നായി കൈ കൊണ്ട് തന്നെ ഞരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല കട്ടിയായിട്ടുള്ള പുളിവെള്ളം വരും. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഞാൻ പീച്ചി പിളുക്കും എന്നറിയില്ലേ, അതുപോലെ നന്നായി കൈ കൊണ്ട് തന്നെ തക്കാളിയൊക്കെ ഇരുന്ന് ഉടയ്ക്കും. ഇതൊക്കെ കൂടി എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇടുക. അതിൽ തേങ്ങ ഇട്ടിട്ട് നന്നായി ഇതേപോലെ ഒന്നും കൂടി മിക്സാക്കിയിട്ട് കലക്കും. അതിനുശേഷം നമ്മൾ ഈ കറി അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുക. പിന്നെ തിളച്ച് വന്ന് കൂട്ടാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം ഉള്ളി കാച്ചുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ ഏട്ടനായിട്ടുള്ള അവൻ്റെ കളിയാണ് ഗൈസ് ഈ കാണുന്നത്. സർക്കസ് കളിക്കുകയാണ് അവൻ്റെ അച്ഛൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. രണ്ടാളും കൂടി ഭയങ്കര സെറ്റാണ്.
അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവൻ അങ്ങനെ നോക്കുകയാണ് എന്നെ, എന്നിട്ട് എന്നെ നോക്കിയിട്ട് കളിക്കുക. ഇതൊക്കെയാണ് ഗ്യാസ് ഇന്നത്തെ റൊട്ടീൻ.